സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നതിനായി ജൂൺ 14 ലോക രക്തദാതാ ദിനമായി നാം ആചരിക്കുന്നു, അഥവാ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ. ലോകാരോഗ്യ സംഘടനയും വിവിധ രാജ്യങ്ങളും രക്തദാതാക്കളെ ആദരിക്കുകയും സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ, ആരോഗ്യമേഖല, രക്തദാതാക്കൾ എന്നിവരുടെ ഒരുമിച്ചുള്ള പ്രയത്നത്തിന്റെ ഫലമായി 100% സന്നദ്ധ രക്തദാനം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ 14 ലോക രക്തദാതാ ദിനം. ഈ വർഷത്തെ സന്ദേശം രക്തം നൽകൂ, പ്രതീക്ഷ നൽകൂ, ഒരുമിച്ച് നമുക്ക് ജീവൻ രക്ഷിക്കാം എന്നതാണ്. ഈ സന്ദേശത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് എല്ലാവരും സന്നദ്ധ രക്തദാനത്തിന് സന്നദ്ധരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, WNC ഹോസ്പിറ്റൽ, ആലപ്പുഴ. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. എല്ലാവരും സന്നദ്ധ രക്തദാനത്തിൽ പങ്കാളികളാകും. അതുമൂലം ഓരോ ജീവനും രക്ഷിക്കാൻ സഹായിക്കും. നമസ്കാരം. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. ആരോഗ്യമുള്ള വ്യക്തികൾ അവരുടെ രക്തം മറ്റുള്ളവരിലേക്ക് ദാനം നൽകുക. ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലമായി തുടർച്ചയായി രക്തദാനം ചെയ്യുന്ന ഒരു വോളണ്ടറി ബ്ലഡ് ഡോണറാണ്. എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും രക്തദാനത്തിലൂടെ ഉണ്ടായിട്ടില്ല. നിങ്ങളും നിങ്ങളുടെ സഹജീവികൾക്ക് രക്തദാനം ചെയ്തുകൊണ്ട് അവരുടെ ജീവൻ രക്ഷാ ഉദ്യമത്തിൽ പങ്കാളികളാകുക. രക്തദാനം വേദനാജനകമല്ല. ലജ്ജ കാരണം ജീവൻ രക്ഷിക്കാനുള്ള അവസരം നഷ്ടമാക്കരുത്. സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യുന്നതിലൂടെ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. ഞാൻ 4 മാസത്തിലൊരിക്കൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ആരോഗ്യമുള്ള എല്ലാ സ്ത്രീകളും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. സ്ഥിരമായി മദ്യപിക്കുന്നവർ രക്തം കൊടുക്കാതിരിക്കുക. കൂടാതെ രക്തദാതാവ് രക്തം കൊടുക്കുന്നതിന് മുൻപ് തുടർച്ചയായി 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ലോകരാജ്യങ്ങളിൽ 50% സ്ത്രീകളും രക്തദാനത്തിൽ പങ്കാളികളാകുമ്പോൾ ഇന്ത്യയിൽ 6% സ്ത്രീകൾ മാത്രമേ രക്തദാനം ചെയ്യുന്നുള്ളൂ. ആരോഗ്യമുള്ള പുരുഷന്മാർക്ക് 3 മാസത്തിലൊരിക്കലും സ്ത്രീകൾക്ക് 4 മാസത്തിലൊരിക്കലും രക്തദാനം ചെയ്യാവുന്നതാണ്. പേവിഷബാധയ്ക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചവർക്ക് 1 വർഷത്തിന് ശേഷം രക്തദാനം നടത്താവുന്നതാണ്. പല്ലെടുക്കുക, ദന്ത ശസ്ത്രക്രിയ എന്നിവയ്ക്ക് വിധേയരായിട്ടുള്ളവർക്ക് 6 മാസത്തിന് ശേഷം രക്തദാനം നിർവഹിക്കാം. രക്തമോ രക്തഘടകങ്ങളോ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് 1 വർഷത്തിന് ശേഷവും രക്തദാനം നിർവഹിക്കാവുന്നതാണ്. രക്തദാനം നടത്തുന്നതിന് കുറഞ്ഞത് ശരീരഭാരം 50 കിലോ എങ്കിലും ഉണ്ടായിരിക്കണം. ഹീമോഗ്ലോബിന്റെ അളവ് 12.5 മുതൽ 16 വരെ ആയിരിക്കണം. COVID-19, 5-ാം വലി, മുണ്ടുനീര്, ചിക്കൻ ബോക്സ് എന്നീ രോഗങ്ങളുള്ളവർ രോഗം ഭേദമായി 14 ദിവസത്തിന് ശേഷം മാത്രമേ രക്തദാനം ചെയ്യാൻ പാടുള്ളൂ. രക്തദാതാവിന് ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. ചുമ, ജലദോഷം, തൊണ്ടവേദന, സൈനസൈറ്റിസ് എന്നിവ ഉണ്ടെങ്കിൽ പൂർണ്ണമായി മാറിയതിനു ശേഷം മാത്രം രക്തദാനം ചെയ്യുക. ഹെപ്പറ്റൈറ്റിസ് B, C രോഗമുള്ളവർ രക്തദാനം ചെയ്യാൻ പാടില്ല. പച്ച കുത്തിയവർ, തൈറോയ്ഡ് ചികിത്സയിലുള്ളവർ, കാതുകുത്തിയവർ എന്നിവർ 1 വർഷത്തിന് ശേഷം മാത്രമേ രക്തദാനം ചെയ്യാൻ പാടുള്ളൂ. അപസ്മാരം, ബോധക്ഷയം, തൈറോയ്ഡ് തുടങ്ങിയ രോഗങ്ങളുള്ളവർ രക്തദാനം ചെയ്യാൻ പാടില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, രക്തദാനം ഒരു അംഗീകൃത ലൈസൻസ് ഉള്ള ബ്ലഡ് സെൻ്ററിൽ മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അവർ നടത്തുന്ന ക്യാമ്പുകൾ മാത്രം. നിങ്ങൾ തന്നെ ഓരോ രക്തവും നമ്മളുടെ ബ്ലഡ് സെൻ്ററുകളിൽ മുഖ്യമായി 5 രോഗങ്ങളെതിരെയുള്ള പരിശോധന കഴിഞ്ഞിട്ടാണ് പേഷ്യൻസിന് നൽകി വരുന്നത്. അതായത് സിഫിലിസ്, മലേറിയ, HIV, HPV, HCV എന്ന രോഗങ്ങളെതിരെ. ഓർക്കുക, രക്തം ദാനം ചെയ്യുക, ജീവൻ നൽകുക.